സഹനത്തിൻ്റെ മഹത്വം. ഈ ലോകം നിലനിർത്തുന്നത് 12 ദേവന്മാരാണെന്ന വിശ്വാസം കാരണം ഗ്രീക്കുകാർ ആ ദേവന്മാരുടെ പ്രീതിക്കായി 12 വയസ്സുള്ള ബാലന്മാരെ ബലി കഴിക്കുന്നത് സാധാരണമായിരുന്നു. എന്നാൽ സോക്രട്ടീസ് ഈ വിശ്വാസത്തെ എതിർത്തു. കല്ലിലും മണ്ണിലും തീർത്ത ജീവനില്ലാത്ത പ്രതിമകൾക്ക് വേണ്ടി ജീവനുള്ള ബാലന്മാരെ ബലി കഴിക്കുവാൻ നിങ്ങൾക്ക് എന്തവകാശമെന്ന് അദ്ദേഹം ചോദിച്ചു. യുവാക്കൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. അതോടെ മതപുരോഹിതരും അധികാരികളും ഇതിനെതിരെ പ്രതികരിച്ചു. അതുവരെ രാജ്യത്തിൻ്റെ അഭിമാനമായി കരുതപ്പെട്ടിരുന്ന സോക്രട്ടീസിനെ രാജ്യത്തിന് അപമാനമായി എണ്ണി. പുരോഹിതരുടെയും അധികാരികളുടെയും അനുയായികൾ സോക്രട്ടീസിനെ തെരുവിൽ അധിക്ഷേപിച്ചു, അസഭ്യം പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? സോക്രട്ടീസ് പറഞ്ഞു, ഇപ്പോൾ തന്നെ അവരുടെ വാക്കുകൾ അളവില്ലാത്ത വിധം ദുർഗന്ധം വമിപ്പിക്കുന്നുണ്ട്. ഇനിയും ഞാനും കൂടെ ദുർഗന്ധം വമിപ്പിക്കണമോ? നമുക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രതികരണം മിക്കപ്പോഴും മോശമായ വാക്കുകളിലൂടെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. എന്നു മാത്രമല്ല, സോക്രട്ടീസ് പറഞ്ഞതുപോലെ ദുർഗന്ധവാഹികളാകുവാനും സാധ്യതയുണ്ട്. നമ്മുടെ മേൽ കുറ്റം ആരോപിച്ചവരോടുള്ള പകയും വിദ്വേഷവുമെല്ലാം വെളിപ്പെടുത്തുന്നവയായിരിക്കും ആ വാക്കുകൾ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ ശാന്തരായിരിക്കുവാൻ മിക്കവർക്കും കഴിയില്ല. എതിരാളികൾ ആരോപിച്ച കുറ്റത്തിന് ഉരുളയ്ക്കുപ്പേരി എന്ന പോലെ തക്ക മറുപടി നൽകുന്നതാണ് തങ്ങളുടെ വിജയമെന്നാണ് മിക്കവരും കരുതുക. പ്രതികരിക്കാതിരുന്നാൽ തങ്ങൾ ഭോഷരാണെന്നും പ്രതികരിക്കുവാൻ കഴിയാത്തത് കുറ്റക്കാരായതുകൊണ്ട് തന്നെയാണെന്നും പലരും വിധി കൽപ്പിക്കുകയും ചെയ്യും. കുറ്റക്കാർ ആയതു കാരണം പ്രതികരിക്കാതിരിക്കുന്നവർ ഉണ്ടാവും. എന്നാൽ കുറ്റക്കാരല്ലാതെ തന്നെ പ്രതികരിക്കാതിരിക്കുവാൻ സോക്രട്ടീസിനെ പോലെ ഉയർന്ന കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ കഴിയൂ. അപമാനവും പരിഹാസവും സഹിക്കാൻ ആരെല്ലാം എവിടെയെല്ലാം തയ്യാറാകുന്നുവോ അത് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് മുഖാന്തരമാകും. മാത്രമല്ല, പകരം ചെയ്യുന്നതിനേക്കാൾ സഹിക്കുന്നത് എത്രയോ ശ്രേഷ്ഠം. അപഹസിക്കപ്പെടുമ്പോൾ അതേ അളവിൽ തിരിച്ചടിക്കുന്നത് നമ്മിലെ ദുഷ്പ്രവണതകൾ കാരണമാണ്. എന്നാൽ സഹിക്കുന്നതാവട്ടെ മനുഷ്യനിലെ നന്മയുടെയും സദ്ഭാവനയുടെയും പ്രതിഫലനമാണ്.